ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പാൽപ്പിടിയുടെ റെസിപ്പിയുമായിട്ടാണ്. പാൽപ്പിടി, കൊഴുക്കട്ട എന്നൊക്കെ ഇതിന് പറയും. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോ വറുക്കാത്ത അരിപ്പൊടിയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇടിയപ്പം, പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വറുത്ത പൊടി ഉണ്ടല്ലോ, അതായാലും മതി. പുട്ടിന്റെ പൊടി എടുക്കാൻ പറ്റില്ല കേട്ടോ. നല്ല നൈസായിട്ടുള്ള പൊടിയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വറുത്ത അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് നെയ്യാണ്, 1 ടേബിൾ സ്പൂൺ. അപ്പൊ ഇത് നിർബന്ധമൊന്നുമില്ല, നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നെയ്യ് ചേർത്തത്. മാത്രമല്ല നമ്മുടെ പൊടി നല്ല സോഫ്റ്റ് ആയി കിട്ടും. അപ്പൊ നെയ്യിന് പകരം വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പൊ ഇനി ഇത് നന്നായി തിളപ്പിക്കണം. അതിന് വേണ്ടി നമുക്ക് ഇത് അടച്ചു വെക്കാം. ഇപ്പൊ വെള്ളം ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പൊടി ഇതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറേശ്ശെ ആയിട്ട് ഇട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോ ഞാൻ ഒഴിച്ച വെള്ളം ഇവിടെ കറക്റ്റ് തന്നെയാണ് എന്ന് വിചാരിച്ച് എല്ലാ പൊടിക്കും ഇതുപോലെ തന്നെ ആയിരിക്കണം എന്നില്ല കേട്ടോ. പല പൊടിക്കും പല അളവിൽ ചിലപ്പോൾ വെള്ളം ചേർക്കേണ്ടി വരും. അപ്പൊ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോ ഞാനിപ്പോ ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് അടച്ചു വെക്കാം. തണുത്തതിന് ശേഷം വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ. ഇപ്പൊ ഇതൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചൂടൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിനും വൈകുന്നേരങ്ങളിലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. അപ്പൊ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പൊ ഞാനിതിപ്പോ ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്ത് മാറ്റാം. നമ്മള് പിടി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ നന്നായി ഒന്ന് കുറുകി കിട്ടുന്നതിന് വേണ്ടി, നല്ല തിക്ക് സോസായി കിട്ടുന്നതിന് വേണ്ടി അതിലേക്ക് ചേർക്കാനാണ് ഇപ്പൊ ഇത് മാറ്റി വെക്കുന്നത്. അപ്പൊ ഇത്രയും മതിയാകും, ഒത്തിരി ഒന്നും വേണ്ട. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് ഒരു ബോൾസിന്റെ ഷേപ്പിലാക്കി എടുക്കാം. അപ്പൊ നമുക്ക് ഏത് വലിപ്പത്തിലുള്ള പിടിയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മള് പൊടിയെടുത്ത് ഉരുട്ടിയെടുത്താൽ മതി. ഞാനിപ്പോ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ അവിടെ പിടി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ചെറിയ പിടി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാവ് നുള്ളിയെടുത്ത് ഉരുട്ടിയെടുത്താൽ മതി. ഞാനിപ്പോ എല്ലാം ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ 2 തരത്തിൽ നമുക്കിപ്പോ ഈ പിടി കുക്ക് ചെയ്തെടുക്കാം. ആവിയിൽ വേവിച്ചിട്ടും കുക്ക് ചെയ്യാം, അതുപോലെ തിളച്ച വെള്ളത്തിലിട്ട് അങ്ങനെ വേണമെങ്കിലും കുക്ക് ചെയ്യാം. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോ ആവിയിലിട്ടാണ് ഇപ്പൊ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടി ഇപ്പൊ ഞാൻ സ്റ്റീമറിൽ വെള്ളം വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് നമുക്ക് പിടി ഇട്ട് കൊടുക്കാം. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഇത് കുക്ക് ചെയ്താൽ മതിയാവും. അപ്പോഴേക്കും നന്നായി കുക്കായിട്ടുണ്ടാവും. അപ്പൊ ഇനി ഇത് അടച്ചു വെക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്ക് എടുക്കാം. പിടി കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പൊടിയാണ്. പിന്നെ വേണ്ടത് ഏലക്കയാണ്. ഞാനിവിടെ 3 ഏലക്കന്റെ കുരു ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. അപ്പൊ തേങ്ങാപ്പാലാണ് നമ്മുടെ പിടിയിലെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പൊ 1/2 കപ്പ് 1-ാം പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 1/2 കപ്പ്, 250 ml കപ്പിന് 1 കപ്പ് 2-ാം പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് പാൽ എടുത്തതിന് ശേഷം തേങ്ങാപ്പീരയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായി അടിച്ചതിന് ശേഷം അരിച്ചെടുത്തതാണ് ഈ 2-ാം പാല്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പൊടിയിലേക്ക് കുറച്ച് 2-ാം പാല് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാൽപ്പൊടി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പാൽപ്പൊടി നല്ല ക്രീമി പരുവത്തിലാവുന്നതിന് വേണ്ടി പാലിലേക്ക് ചേർത്ത് കൊടുക്കാനാണ് ഇപ്പൊ ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇനി കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നന്നായി മിക്സ് ആയി കിട്ടും. പിന്നെ കുറച്ച് തരികളൊക്കെ ഉണ്ടെങ്കിലും പ്രശ്നമല്ല കേട്ടോ, നമ്മളിത് ഇനി കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പൊ അത് ശരിയായിക്കോളും. അപ്പൊ പിടി ഇപ്പൊ ഇവിടെ കുക്കായിട്ടുണ്ട്. 15 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോ ഇത് ഓപ്പൺ ചെയ്തത്. നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇത് സ്റ്റീമറിൽ നിന്ന് മാറ്റാം. ഇനിയിപ്പോ പിടി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാനിലേക്ക് 1 കപ്പ് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള 3 ഏലക്കയുടെ കുരു ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പിടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിടി ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. നമ്മൾ ചേർത്തിട്ടുള്ള പൊടി നന്നായി ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ, കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇതിപ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഒരുപാട് തിക്കാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. തണുത്ത് കഴിയുമ്പോൾ ഇത് നന്നായി കുറുകി കിട്ടും. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് 1-ാം പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്.
ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ അത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പാൽപ്പൊടി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ ഇതിപ്പോൾ ഒന്നും കൂടി നന്നായി കുറുകി കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റിയായ പാൽപ്പൊടിയാണിത്. കുട്ടികൾക്കൊക്കെ വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. നമുക്ക് ഇഫ്താറിനും വിളമ്പാൻ പറ്റിയ നല്ലൊരു ഡിഷ് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഈ പാൽപ്പൊടിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നാളത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ, ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പിയായ തരിക്കഞ്ഞി മലപ്പുറം സ്റ്റൈലിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും കാണുക. താങ്ക്